വിദേശീയരായിട്ടുള്ള ആൾക്കാർ കേരളത്തിലേക്ക് യാത്ര ചെയ്തെത്തിയിരുന്നു. അവരെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് വന്ന ഒരു വിദേശി എന്ന് പറഞ്ഞാൽ അറബികളാണ്. ആദ്യമായിട്ട് വന്ന അറബി യാത്രക്കാരൻ മാലിക് ബിൻ ദിനാറാണ്. 4th സെഞ്ച്വറി BC-യിൽ ഗ്രീക്കിൽ നിന്ന് ഗ്രീക്ക് അംബാസഡർ കേരളത്തിലേക്ക് വിസിറ്റ് ചെയ്ത ആൾ മഗസ്തീനീസ് എന്ന് പറഞ്ഞ ആളാണ്. ഏറ്റവും കൂടുതൽ കേരളം വിസിറ്റ് ചെയ്ത ആളാണ് ഇബൻ ബത്തൂത്ത. 6 പ്രാവശ്യം. കേരളത്തിലെത്തിയ ആദ്യ ഇംഗ്ലീഷ് ട്രാവലറാണ് റാൽഫ് ഫിച്ച്. ഇദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്ന പേരാണ് പയനിയർ ഇംഗ്ലീഷ് മാൻ, അതായത് ആദ്യമായിട്ട് വന്ന ഇംഗ്ലീഷ് മാൻ എന്നുള്ള അർത്ഥത്തിലാണ്. അതുപോലെ തന്നെ കേരളത്തിനെ മലബാർ എന്ന് വിളിച്ചത് ആൽബറൂനി എന്ന ട്രാവലറാണ്. 1292 AD-യിൽ ഇറ്റാലിയൻ ട്രാവലർ കേരളത്തിൽ സന്ദർശിച്ചത് മാർക്കോ പോളോ ആണ്. 1409 AD-യിൽ കേരളത്തിൽ ആദ്യമായിട്ട് വന്ന ഒരു ചൈനീസ് ട്രാവലറാണ് മാ ഹുവാൻ. കേരളവുമായിട്ട് സാമ്പത്തിക അല്ലെങ്കിൽ കച്ചവടം തുടങ്ങിയ ചൈനീസുകാർ കേരളത്തിലേക്ക് കച്ചവടം നടത്തിയത് കൊല്ലത്ത് നിന്നാണ്. 3000 BC-യിൽ കച്ചവടമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഏൻഷ്യൻ സിവിലൈസേഷൻ നടത്തിയത് ഇൻഡസ് വാലി സിവിലൈസേഷനാണ്. കേരളത്തിൽ നിന്ന് ഈ സ്പൈസസ് ഒക്കെ കൊണ്ടുപോയിട്ട് ഏൻഷ്യൻ ഈജിപ്തുകാർ യൂസ് ചെയ്തത് മമ്മിഫിക്കേഷൻ എന്ന പ്രൊസീജിയറിന് വേണ്ടിയിട്ടാണ്. 1503-ൽ പള്ളിപ്പുറം ഫോർട്ട് എന്ന ഒരു കോട്ട നിർമ്മിച്ചു. അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫോർട്ട് യൂറോപ്യന്മാർ നിർമ്മിച്ചത്. അതിൻ്റെ വേറൊരു പേരാണ് അയക്കോട്ട, മാനുവൽ ഫോർട്ട്, ആഴിക്കോട്ട. അപ്പോൾ ഈ 3 പേരിലും അറിയപ്പെടുന്നത് പള്ളിപ്പുറം ഫോർട്ടാണ്. 1503-ലാണ് നിർമ്മിച്ചത്. മട്ടാഞ്ചേരിയിലെ ഡച്ച് പാലസ് പോർച്ചുഗീസുകാരാണ് നിർമ്മിച്ചത് 1555 AD-യിൽ. അത് കേരളത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുരാതന പോർട്ടാണ് മുസിരീസ് പോർട്ട്. ജൂയിഷ് ആൾക്കാരും അതുപോലെ തന്നെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരും കേരളത്തിലേക്ക് ആദ്യമായിട്ട് വന്ന ഒരു സ്ഥലമാണ് കൊടുങ്ങല്ലൂർ, അല്ലെങ്കിൽ പുരാതന പേരായ മുസിരീസിലാണ് ആദ്യമായിട്ട് വന്നത്. പ്ലൈനി എന്ന ആൾ നാച്ചുറൽ ഹിസ്റ്ററി എന്ന ബുക്കിൽ കൊടുത്തിരിക്കുന്ന പോർട്ട് മുസിരീസ് പോർട്ടാണ്. അവിടെ മുസിരീസ് പോർട്ടിൽ സൗത്ത് ഇന്ത്യയും റോമൻസുമായിട്ടുള്ള കച്ചവട കാര്യങ്ങളൊക്കെയാണ് ആ ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ഈ ബുക്കിൽ മുസിരീസിനെ വിളിച്ചിരിക്കുന്ന പേര് ദ ഫസ്റ്റ് എംപോറിയം ഓഫ് ഇന്ത്യ എന്നാണ്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഒരു ടോപ്പിക്ക് ശങ്കരാചാര്യരാണ്. AD 788-ൽ ജനിച്ച് 820-ലാണ് അദ്ദേഹം അന്തരിക്കുന്നത്. ഇദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ലേറ്റർ ചേരാസ് അല്ലെങ്കിൽ കുലശേഖരാസിന് നമ്മൾ ശങ്കരാചാര്യരെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നു. അദ്ദേഹം കുലശേഖര ആൾവാർ എന്ന ആദ്യ രാജാവിൻ്റെ സമകാലികനായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ആദ്യം പറയുന്നത്. ദ ഗ്രേറ്റ് ഫിലോസഫർ ഹു ലിവ്ഡ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് കുലശേഖരാസ്, ശ്രീ ശങ്കരാചാര്യരാണ്. ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കാലടിയിലാണ്. ഇദ്ദേഹത്തിന് തർക്കശാസ്ത്രത്തിലെ ബുദ്ധ എന്നാണ് അറിയപ്പെടുന്നത്. ബുദ്ധ ഇൻ ഡിസ്ഗൈസ് ശങ്കരാചാര്യരാണ്. അദ്വൈത ദർശനം അദ്വൈത ദർശനത്തിൻ്റെ പ്രചാരകനാണ് ശ്രീ ശങ്കരാചാര്യർ. ശങ്കരാചാര്യരെ തർക്കശാസ്ത്രത്തിൽ തോൽപ്പിച്ച ഒരേ ഒരു വ്യക്തിയുള്ളൂ, അത് മണ്ഡാന മിശ്രൻ എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. പിന്നെ ശ്രീ ശങ്കരാചാര്യരുടെ പ്രധാനമായ വർക്കുകൾ എന്ന് പറഞ്ഞാൽ ശിവാനന്ദലഹരി, സൗന്ദര്യലഹരി, വിവേക ചൂടാമണി, യോഗാതാരാവലി, ആത്മബോധ, ബ്രഹ്മസൂത്രം, ഉപദേശശാസ്ത്രി, ആനന്ദലഹരി ഇതൊക്കെയാണ്. അദ്ദേഹം അന്തരിച്ചത് കേദാർനാഥ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കേരളത്തിലെ മതങ്ങളെക്കുറിച്ചുള്ള ഒരു ഇതാണ്. കേരളത്തിൽ നമുക്കറിയാം ഒരുപാട് മതങ്ങൾ, പല പല വിശ്വാസങ്ങളും മതങ്ങളും ഉള്ളൊരു സ്ഥലമാണ് കേരളം. ആദിശങ്കരൻ ആണ് ആദ്യം അദ്വൈത ഫിലോസഫി പ്രൊപ്പഗേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ പിന്തുടർന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രചരിപ്പിച്ചിരുന്ന ഒരാളാണ് ആദിശങ്കര. അതുപോലെ തന്നെ കേരളത്തിലേക്ക് ഈ
കച്ചവടത്തിനായിട്ട് വന്ന അറബികളിൽ നിന്നാണ് ഇസ്ലാം മതം വന്നത്. കോഴിക്കോട് സാമൂതിരി അറബ് മുസ്ലിം ട്രേഡേഴ്സിനെ ഇവിടെ നിർത്തി. അതെന്ന് വെച്ചാൽ അവരുടെ കച്ചവടത്തിന് വേണ്ടി വന്നതാണ്. അവരെ ഇവിടെ താമസിപ്പിച്ച് അങ്ങനെ അവിടെ കോഴിക്കോടാണ് ഇസ്ലാം കമ്മ്യൂണിറ്റി ആദ്യമായിട്ട് വന്നത്. അവിടെ നിന്നാണ് അങ്ങനെ അതൊരു സ്പ്രെഡ് ചെയ്ത് കേരളത്തിലേക്ക് വന്നത്. കേരളത്തിൽ മുസ്ലിംസിനെ സാധാരണയായിട്ട് മാപ്പിള എന്ന പേരിലാണ് വിളിച്ചിരുന്നത്. കേരളത്തിൽ 3-ാം സെഞ്ച്വറി BC മുതൽ അല്ലെങ്കിൽ വികസിച്ചു വന്നിരുന്ന 2 മതങ്ങളായിരുന്നു ബുദ്ധിസവും ജൈനിസവും. മണിമേഖലൈ ആണ് ബുദ്ധിസത്തിലുള്ള ഒരു കൃതി, ഫേമസ് ആയിട്ടുള്ള ഒരു കൃതി. പിന്നെ ബുദ്ധിസ്റ്റ് പ്രതിമകൾ അല്ലെങ്കിൽ അവരുടെ ആരാധനാ പ്രതിമകളെ വിളിച്ചിരുന്നത് ഇണ്ടിലയപ്പൻ എന്നാണ്. പിന്നെ അമ്പലപ്പുഴയിലെ കരുമാടി എന്ന സ്ഥലത്ത് ഫേമസ് ആയിട്ടുള്ളൊരു ബുദ്ധിസ്റ്റ് സ്റ്റാച്ചു ഉണ്ട്. അതിൻ്റെ പേര് കരുമാടിക്കുട്ടൻ എന്നാണ്. കേരളത്തിൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുവന്നത് ബുദ്ധിസത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുദ്ധിസ്റ്റ് സെൻറ്ററാണ് ശ്രീമൂലവാസം. ഈ ശ്രീമൂലവാസം എന്ന് പറഞ്ഞ അമ്പലത്തിനെക്കുറിച്ച് പാലിയം കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷനിൽ വരഗുണ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അഷ്ടാംഗഹൃദയ എന്ന ബുക്ക് വാഗ്ഭട്ട എന്ന ബുദ്ധിസ്റ്റ് സ്കോളറാണ് എഴുതിയത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ജൈനിസത്തിനെ കുറിച്ചാണ്. കേരളത്തിൽ ജൈനിസം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഭദ്രബാഹുവിൻ്റെ ശിഷ്യഗണങ്ങളാണ്. കൂടൽമാണിക്യം ക്ഷേത്രം ഇരിങ്ങാലക്കുടയിലെ ഭരതൻ്റെ അമ്പലമാണ്. അത് ഫേമസ് ആയിട്ടുള്ളൊരു ജെയിൻ ടെമ്പിളാണ്. ജെയിൻ മേടു എന്ന് പറഞ്ഞിട്ട് പാലക്കാട് ജൈനിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നൊരു അമ്പലമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജൈനിസത്തിൻ്റെ ഒരു അമ്പലമാണ് തൃക്കണ്ണാമതിലകം ടെമ്പിൾ. അടുത്തൊരു റിലീജിയൻ ക്രിസ്ത്യൻ ഡൈനാസ്റ്റി അല്ലെങ്കിൽ ക്രിസ്ത്യൻ റിലീജിയൻ. അതിൽ ക്രിസ്ത്യൻ ഡൈനാസ്റ്റി കേരളത്തിൽ ഭരിച്ചിരുന്നത് വിൽവാർവട്ടം ഡൈനാസ്റ്റി ആയിരുന്നു. അത് ആദ്യമായിട്ട് ക്രിസ്ത്യൻ ചർച്ച് കേരളത്തിൽ വന്നത് കൊടുങ്ങല്ലൂരാണ്. സിറിയൻ ക്രിസ്ത്യൻസിനെ കേരളത്തിൽ നസ്രാണികൾ എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്തത് ജൂസ് 68 കേരളത്തിലേക്ക് വന്നത്. അവരുടെ ഒരു തലസ്ഥാനമായിട്ട് അറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂരാണ്. മട്ടാഞ്ചേരി സിനഗോഗ് പള്ളി നിർമ്മിച്ചത് ജോസഫ് റബ്ബാനാണ്. അതുപോലെ തന്നെ മട്ടാഞ്ചേരി ജൂതപ്പള്ളി പണികഴിപ്പിച്ച വർഷം 1568. ഔദ്യോഗിക രേഖകൾ പ്രകാരം 67, പക്ഷേ PSCയുടെ ഉത്തരസൂചികയിൽ എഴുതിയിരിക്കുന്നത് 68 എന്നാണ്.